അമ്മേ, ഇന്ന് ഞായറാഴ്ചയല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോടൊപ്പം ഇരുന്നൂടെ? ഇവിടെ അച്ഛനും ഇല്ല. നിന്റെ അച്ഛൻ പോയത് കളിക്കാനല്ല, ബിസിനസ്സിനാ. നിന്റെ അമ്മയായി ഞാൻ വെറും ഗവൺമെന്റ് എംപ്ലോയി മാത്രമല്ല, ഇവിടുത്തെ വനിതാ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ്. അറിയാലോ, വാർഷിക പരിപാടിയുടെ മീറ്റിംഗ് ആണ് ഇന്ന്. നിന്റെ ഒരു പെർഫോമൻസിന്റെ പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തേലും യൂട്യൂബ് നോക്കി പഠിച്ചോ. മമ്മി ഡാഡിന്ന് വിളിക്കാൻ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. അതെങ്ങനെയാ? നാട്ടുപുറത്തിലെ കൾച്ചറിൽ മാറില്ലല്ലോ. ഈ സന്ദീപേട്ടനെ പറയണം, പ്രസവിച്ച ഉടനെ താമസം മാറാൻ പറഞ്ഞിട്ട് മകള് വലുതായപ്പോഴും നല്ല ബുദ്ധി തോന്നിയത്. തറവാട്ടിലായാൽ മതിയായിരുന്നു. ശരി ശരി, എല്ലാരും പോയി ഒന്ന് കൈ കഴുകിട്ട് വന്നേ. അച്ഛൻ എപ്പോഴും കുട്ടിയാണെന്നാണോ വിചാരം? പിള്ളേർ കയറി കയ്യോ കാലോ ഓടിയണ്ട. എടാ, ഈ പ്രായത്തിൽ കുട്ടികളുടെ കളിക്കുന്നത് നല്ലത്. അതെങ്ങനെ? നീ വലിയ ബിസിനസ്മാൻ അല്ലേ? അതറിയണമെങ്കിൽ എന്നെപ്പോലെ ഒരു അധ്യാപകനാണ്. മനസ്സിലായോ? സ്കൂൾ അവധിയെന്ന് കരുതി കളിച്ചോട് നടക്കരുത്. ഹോംവർക്ക് ചെയ്തിരിക്കണം. കുട്ടികളുടെ പഠനക്കുറിച്ചൊക്കെ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. അവർ കിട്ടേണ്ട അധ്യാപകൻ പേരക്കുട്ടികളല്ലേ, അവർ പഠിച്ചോളൂ. ഹലോ അജയ്. ശ്രീയ,
സൗണ്ട് എന്തൊരു വ്യത്യാസം പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി? തമ്മോട് കേട്ടാണോ? ഒന്ന് പുറത്തേക്കൊന്ന് വാ, നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ വരാം. ഓക്കെ ഓക്കേടാ. ശരി. എടി ശ്രേയേ, അവളോട് മയത്തിൽ കാര്യം ചോദിച്ചറിയണം, ഞാൻ സംസാരിക്കാം. വേണ്ട, എനിക്കറിയാം. എടി ശ്രേയേ, എന്താ എന്താടി ഇത്? ആരാടി ഇവൻ? ആരായാലും നിങ്ങൾക്ക് എന്താ? ഒരാളുടെ ഫോണ് അനുമതിയില്ലാതെ ചെക്ക് ചെയ്യുന്നത് ഒരു തരം ചീറ്റിംഗ് ആണെന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക്? ഹർക്കുത്തരം പറയുന്ന വഴി പഴിച്ചാൽ ഞാൻ വഴി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ നിങ്ങൾ രണ്ടുപേരും തന്നെയാ. തറവാട്ടിൽ നിന്ന് വലിച്ചിറക്കി എന്നെ ഏകയാക്കിയപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു. അതെങ്ങനെയാ? നിങ്ങൾക്ക് വേണ്ടത് പണവും സ്റ്റാറ്റസും മാത്രമല്ലേ? പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി. ഇതാ അച്ഛനും അമ്മ എന്ത് പറഞ്ഞാലും നമ്മുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. വരാൻ പോകുന്നത് ലക്ഷങ്ങളാണ്, അതേപോലെ ചെലവഴിക്കാനുള്ളതാണ്. എടാ സന്ദീപേ, നീ എന്ത് ഭാവിച്ച ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ മാറി താമസിക്കുന്നത്. ഞാൻ ടൗണിൽ ഒരു വീട് വാങ്ങിച്ചു, ഇനി താമസം അങ്ങോട്ട് മാറാനാ. നീ വീട് വാങ്ങിച്ചോ? ഇവിടെ അതിനെപ്പറ്റി അതൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾ വന്നത് ആദ്യം കണ്ടുകൂടാ. സുനന്ദേ, വേണ്ട, ആരും ഒന്നും ശബ്ദിക്കണ്ട. എല്ലാവരും ഇഷ്ടം പോലെ ചെയ്യണം. മാഷ്, നമുക്ക് പോവാം. അച്ഛമ്മേ, ഹർക്കുത്തരം പറയുന്ന വഴി പഴിച്ചാൽ വഴി പഴിച്ചാൽ വഴി പഴിച്ചാൽ വഴി പഴിച്ചാൽ അച്ഛാ, ശ്രേയയുടെ മെസ്സേജ്.
ഏ മോനെ എന്ത് പറ്റിയടാ? നമ്മുടെ ശ്രേയ മോൾക്ക് ഒരു അപകടം. ഭഗവതി, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? മോനെ സതീശ, നീ വണ്ടി എടുത്ത് വേഗം. അച്ഛനിപ്പോ വേണ്ട, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. നീരജെ, നീ വണ്ടിയുടെ കീ എടുക്ക്. സതീശേട്ടാ, മോളെ ശ്രേയ, എന്താടാ അത്? എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എന്താ കാര്യം? എന്താ പറയേ? കുഞ്ഞോ, അച്ഛാ, സന്ദീപേട്ടനെ കുറ്റപ്പെടുത്തരുത്. വീട് മാറിയത് എൻ്റെ നിർബന്ധപ്രകാരമാണ്. ഞങ്ങളെ തെറ്റുപറ്റിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെ ആരെയും മരുമക്കളായിട്ടല്ല ഞാൻ കണ്ടിരിക്കണം, എന്റെ മക്കളായിട്ടാ. എന്നിട്ട് നീ എന്റെ മോളായതുകൊണ്ട് പറയാ ടീച്ചറെ, അവൾക്ക് പണ്ടേ ഉള്ള ശീലമാ വീട്ടിൽ എന്തെങ്കിലും വർത്താനം ഉണ്ടാക്കി കലഹിക്കുവാന്നത്. എനിക്കുള്ളത് 3 പെണ്ണല്ലേ എന്ന് കരുതി നോവിക്കാതെ വളർത്തിയതിന്റെ ദോഷം, അല്ലാതെ എന്തു പറയാൻ. ടീച്ചർ കൊടുത്ത ഈ അടി നേരത്തെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നന്നായേനെ. മാഷേ, എൻ്റെ മോൾ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കും. ഇതിന് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതൊന്നും കാര്യമില്ല. ഇരിക്കൂ. അറിയാ, എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാനിവിടെ താമസിക്കാം. ഒരു ഗതിയുമില്ലാത്തവനായിട്ടല്ല, നിങ്ങളെല്ലാവരുടെ സ്നേഹം അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ഇങ്ങനെ വേണ്ട, ഞാൻ എൻ്റെ മക്കളും വേറെ താമസിക്കാൻ പോകും. അറിയാം, അത് പറയരുത്. ഇനി അളിയനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അളിയൻ എന്നല്ല, ഇനി ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ടും പോകുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്. മക്കളെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അടയ്ക്കാണെങ്കിലേ മടിയിൽ വെക്കാം, കവുങ്ങായാലോ. അത് ഞാൻ ഇവിടെ മറന്നു. ഒരു കാര്യം ചെയ്യാം, ഭാഗപിരിവ് നടത്താം. അച്ഛാ, വേണം മോനെ,
ഇതിന് ഇങ്ങനെ കാലതാമസം പറ്റില്ല. മൂത്തവനായ നീ തന്നെ ഇതിൽ മുന്നിൽ നിന്ന് നടത്തണം. മേലിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ. കൂട്ടുകുടുംബം അണുകുടുംബമാവുന്നതേ പ്രകൃതി നിയമമാണ്. അത് തമ്മിൽ തല്ലി വഴക്കടിച്ചൊന്നുമല്ല. മക്കളെ, നിങ്ങൾ 4 പേരും വേറെ വീട് വെച്ച് താമസിക്കണം. പക്ഷെ അത് അകലങ്ങളിലാവരുത്. ഒന്ന് ഒച്ച വെച്ച കേൾക്കാൻ പാകത്തിൽ ഈ തൊടിയിൽ തന്നെ 4 വീട്, എന്റെ മക്കളും പേരമക്കളും കാണാൻ പാകത്തിൽ. നിങ്ങൾ എന്താ മക്കളെ എല്ലാവരും ഇങ്ങനെ മേടിച്ചു നിൽക്കണം? എല്ലാവരും ചേർന്ന് അടുക്കളയിൽ പോയി നല്ല സദ്യ ഒരുക്കിക്കേ. ഇത് നമുക്ക് നല്ല വിശേഷ ദിവസമല്ലേ? നടക്ക് മക്കളെ, ഞങ്ങള് ശരിയേ നല്ലൊരു സദ്യ കഴിക്കും. അളിയ, നമുക്കൊന്ന് കൂടിയ എല്ലാം സുഖമായിരുന്നു. ആഘോഷങ്ങളൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അത് കൂടുതലാവരുതേ കേട്ടോ മക്കളെ.